ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നയനിലപാടുകൾ ഏവരും ശ്രദ്ധിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വർത്ഥമാവുകയും നമ്മുടെ എതിരാളികൾ പറഞ്ഞതെല്ലാം അനർത്ഥമാവുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായി ഇന്ന് നമ്മൾ നേരിടുന്ന ഒരുപാട് ഭീഷണികളുണ്ട്. പക്ഷേ വൻകിട രാഷ്ട്രീയ പാർട്ടികളിൽ പലരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാനലുകളിലും അതുപോലെ പത്രമാധ്യമങ്ങളിലുമായി ചർച്ച ചെയ്ത് തെരുവിനെ അലങ്കോലമാക്കുകയാണ്. പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുകയാണ്. ഇന്ന് നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഞാൻ മനസ്സിലാക്കിയത്, ഇഷ്ടമുള്ളവരെ അധികാരത്തിലേറ്റാനും ഇഷ്ടമില്ലാത്തവരെ ഇറക്കാനും ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ അവതാളത്തിലായ കാര്യം തന്നെയാണ്. അതുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. അതാണ് ആയുധം. ജനാധിപത്യത്തിൽ ബാലറ്റാണ് പ്രധാനം, ബുള്ളറ്റ് അല്ല. ജനാധിപത്യത്തിൽ വോട്ടാണ് പ്രധാനം. ആ വോട്ട് അപകടകരമായ അവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വളരെ മനോഹരമായി ഈ കാര്യത്തിൽ മുടിനാരിഴ കീറി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. വളരെ ആഴത്തിൽ മുങ്ങിത്തപ്പി അതിൻ്റെ കതിരും പതിരും ഒക്കെ വേർതിരിച്ച് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഈ ആളുകളോട്, ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോട്, മാലോകർ കേൾക്കേ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നു. എന്താ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇഷ്ടമില്ലാത്തവരെ ഇറക്കാനും ഇഷ്ടമുള്ളവരെ കയറ്റാനും ഉപയോഗിക്കുന്ന ഒരു ആയുധ വോട്ട്. അത് അവതാളത്തിലായ പിന്നെ ഈ നാടിന്റെ സ്ഥിതി എന്താണ്? ഇപ്പോ അപകടകരമായ വളവ് എന്ന് എഴുതി വെച്ചൊരു ബോർഡ് ഏതോ ഒരു അപകടത്തിൽപ്പെട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് പണ്ടാരോ പറഞ്ഞു. എന്തെങ്കിലും ഒരു തീപിടുത്തുണ്ടായാൽ കെടുത്തുന്ന സാധനമാണ് ഈ ഫയർഫോഴ്സ്. പക്ഷെ ഈ ഫയർ എഞ്ചിൻ തന്നെ തീ പിടിച്ചാൽ പിന്നെ എന്തുകൊണ്ടാ കെടുത്തുക? അതാണ് ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ. ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധി ആഴത്തിൽ മുങ്ങി തപ്പിയപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെട്ടിക്കൂട് പോലത്തെ ഒരു കൂര, ഒറ്റ നമ്പറിൽ 80ഓളം ആൾക്കാർ. ഓലെങ്ങനെ കിടന്നുറങ്ങാന്നാ ഞാൻ ആലോചിക്കണം. കുത്തനെ നിൽക്കണം രാവും പകലും. 80 ആളാ. പിന്നെ ജമ്മത്തിൽ കല്യാണം കഴിക്കാത്ത ഒരു ചങ്ങായിക്ക് 55 മക്കള് വോട്ടർ പട്ടികയിൽ. ആലോചിക്കണം. ആകെ നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടും പോൾ ചെയ്ത വോട്ടും തമ്മിൽ നോക്കുമ്പോൾ കിട്ടിയ ആളുകളുടെ വോട്ടിന്റെ എണ്ണം കൂടുതൽ. 1,00,000 അവിടുത്തെ വോട്ടർമാരെങ്കിൽ 4 സ്ഥാനാർത്ഥിയുടെയും വോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഒന്നിച്ചില്ല ലക്ഷം. ഒരു അപകടകരമായ പോക്കാണ്. ഒരു തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് 14 സ്ഥലത്ത് വോട്ട് ചെയ്യുക. മണ്ഡലത്തിൽ വോട്ടർ അല്ലാത്തവൻ പോയി വോട്ട് ചെയ്യുക. ഇത് ജാർഖണ്ഡിലും ബീഹാറിലും മാത്രമല്ല, നമ്മളെ തൃശ്ശൂരിലും നടന്നു. കുറ്റിപ്പുറത്ത് താമര ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. ഈ മലപ്പുറം ജില്ലക്കാരൻ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സഹോദരൻ ഇരട്ട വോട്ട് ചെയ്തു. മറ്റൊരു മണ്ഡലത്തിലും ഇവിടെയും. ഇത് നമ്മുടെ തിരുമുറ്റത്തെത്തി. ആസാമിലെ കഥകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. ഈ സമയത്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. പല ആളുകൾക്കും ലക്ഷ്യതൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഈ ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ സ്ഥിതി എന്താ? ഇപ്പൊ നമുക്കുള്ള ഒരു ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദുരിതത്തെ ഒന്നിച്ച് താങ്ങുകയാണ്. കേന്ദ്രത്തിന്റെ ദുർഗതി, കേരളത്തിന്റെയും ഗതി. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു അവസ്ഥ ഈ കലത്തപ്പത്തിന് തീയിട്ട പോലെയാണ്. അടിയിലും മുകളിലും ചൂടാ. എന്തൊരു ദുരിതമയാണ്. ജനകീയ വിഷയത്തിലല്ല താല്പര്യം. ജനങ്ങളെ പാർപ്പിടം, ശുചിത്വം, ഭക്ഷ്യസുരക്ഷ, ആഭ്യന്തര സുരക്ഷിതത്വം, നയതന്ത്ര ബന്ധം, ക്രമസമാധാനം, ആരോഗ്യം, അതൊന്നല്ല. അവിടുത്തെ ആൾക്ക് എന്താ ലക്ഷ്യം? മന്ദിർ, മസ്ജിദ്, മുത്തലാഖ്, ഹിജാബ്, CAA, NRC, ഏക സിവിൽ കോഡ്. ആലോചിക്കണം. ഇതൊക്കെയാണ് മൂപ്പര വിഷയം. ഇവിടുത്തെ ആളോ മാഷാ അല്ലാഹ്, കാഫിർ, ശബരിമല, സലാത്ത് നഗർ, ഇങ്ങനെ ന്യൂനപക്ഷ സമ്മേളനം. ഓരോ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല
മാത്രല്ല ഈ കാര്യങ്ങൾക്കൊന്നും സർക്കാരിന്റെ ഖജനാവെന്ന് അധികം ഫണ്ട് വകയിരുത്തും വേണ്ട. ഇതൊക്കെ വിരോധം തീർക്കലും രാഷ്ട്രീയമായിട്ടുള്ള കയ്യാങ്കളിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുമാണ്. ഇതിന് പ്രൊജക്റ്റിൽ ഒരു ഉറുപ്പ്യ വെക്കേണ്ടതില്ല, എല്ലാം താനേ അങ്ങ് നടന്നുകൊള്ളും. വിഷലിപ്തമായ 2 വാക്ക് പറഞ്ഞാൽ മതി, അപകടകരമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ മതി, ഒരു പെരുമാറ്റം, ഒരു ലൈക്ക് തിരിച്ചായാൽ കത്താൻ നിൽക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ദുരവസ്ഥ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വല്ലാത്തൊരു പോക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. നിങ്ങൾ ആലോചിക്കണം, എന്താണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിലപാട്. നമ്മൾ ആലോചിക്കണം. ഈയിടക്കടുത്ത് CPM-ന്റെ നേതാവായ ഗോവിന്ദ മാഷ് പറഞ്ഞത്, അടുത്ത ഭരണം UDF-ന് കിട്ടിയാൽ മുസ്ലിം ലീഗ് ആയിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ചാനലുകാര് നമുക്കത് മലയാളത്തിൽ പറഞ്ഞു തന്നു. എന്താ? മറ്റ് സമുദായക്കാരോട് പറയാൻ, ഒരു മുസ്ലിങ്ങളുടെ ആധിപത്യം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഒരു വല്ലാത്ത ശ്രുതിയാണത്, ഒരു തോന്നിപ്പിക്കലാണ്. നമ്മൾ കണ്ടില്ലേ, ഈ കേരളത്തിൽ ഇതിനു മുമ്പ് നമ്മളെ ഭരണം നടന്നുകൊണ്ടിരിക്കെ ഇവര് പറഞ്ഞു, ഇപ്പൊ നടക്കണ ഭരണം ഏതാന്നറിയോ? ഹൈന്ദവരെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞത് കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം. ആരാ കുഞ്ഞുഞ്ഞു? ഉമ്മൻചാണ്ടി, കുഞ്ഞുമാണി KM മാണി, കുഞ്ഞാപ്പ, കുഞ്ഞാലിക്കുട്ടി. അപ്പൊ എന്താ? ഹൈന്ദവരെ ശ്രദ്ധിച്ചോളി, വരെ പോക്ക് ഉണ്ടോ? പിന്നെ ആ ഗവൺമെന്റ് കാലാവധി കഴിഞ്ഞ് എലക്ഷൻ നടക്കുമ്പോ ഇവര് പറഞ്ഞത് BJP അല്ല പറയുന്നത്. അതാ രസം. BJP-യെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ബോധവും ബോധ്യവും ഉണ്ട്. അവര് ജാതി പറയും, മതം പറയും, അവരുടെ കാര്യങ്ങളൊക്കെ അവർ നടപ്പിലാക്കുന്നുണ്ട്, നമുക്കറിയാം. ആ ഭരണം കഴിഞ്ഞു, എലക്ഷൻ നടക്കുന്ന സമയത്ത് വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടി അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം. അമീർ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ, ഹസൻ KPCC-യുടെ അധ്യക്ഷൻ, KPCC-യുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി. കണ്ടോ? എല്ലാവരും കുഞ്ഞാലിക്കുട്ടി. അതാണ്. അപ്പൊ എന്താ? ഞങ്ങൾ ഇവിടെ നികുതി തരുന്നവരല്ലേ? ഞങ്ങൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് കേരളത്തിൽ. എന്റെ പൊന്നു CH-ന്റെ CHM കോയ, C for ക്രിസ്ത്യൻ, H for ഹിന്ദു, M for മുസ്ലിം. CHM കോയ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ. ഒന്നും കണ്ടോ നിങ്ങള്? നമ്മുടെ MLA-മാരുടെ കൂട്ടത്തിൽ 2 ആള് ജയിച്ച മണ്ഡലം AKM അഷ്റഫും എന്നെ നെല്ലിക്കുന്നും കാസർകോട്ട്. നേരത്തെ CT അഹമ്മദ് അലിയും ചെർക്കുളവും, പിന്നെ റദ്ദു ചെയ്യും എന്നെ നെല്ലിക്കുന്നു. ഇപ്പോ പ്രിയപ്പെട്ട AKM അഷ്റഫും എന്നെ നെല്ലിക്കുന്നു. മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ആ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താ? 65% ഹൈന്ദവ വോട്ടാണ്. ഞാൻ പറയുന്ന അക്കം നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം. 6-5, ബാക്കി 100-ൽ 35ആണ്. ആ 35-ൽ INL പോണം, BDP പോണം, സുഡാപ്പി പോണം. ഇതൊക്കെ ആറ്റി കിഴിച്ച് കുറുക്കി അരിപ്പയെടുത്ത് അരിച്ചാൽ തുച്ഛ വോട്ടാ കിട്ടുക. ഈ 35 ഒന്നായിട്ട് കോണിയിൽ കുത്തിയാൽ തന്നെ നമ്മൾ ജയിക്കൂല. കാരണം 65 പുറത്താണ്. 35-നേക്കാൾ വലുതാണ് 65. അവിടെയാണ് പാണക്കാട്ടെ തങ്ങൾ കനിഞ്ഞരളിയ കോണി ചിഹ്നത്തിൽ 10,000 ലീഡിന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. ആരോട്? താമരയോട്, അരിവാളിനോടല്ല. ഹൈന്ദവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ താമരയെ തോൽപ്പിച്ച് ഒരു വോട്ടിനല്ല, ഒരു വോട്ടും വോട്ടാണല്ലോ, ഒരു വോട്ടിനല്ല, ലക്കിയല്ല, 10,000-കണക്കിന് ലീഡിന് മുസ്ലിം ലീഗിന്റെ MLA-മാർ ഇപ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ. ഈ നാട്ടിലെ ഹൈന്ദവർക്കറിയാം, ഈ നാടിന്റെ പോക്കറിയാം. സുകുമാരൻ നായരെ പിടിച്ച് നായന്മാരെ 2 തട്ടിലാക്കിയ CPM, വെള്ളാപ്പള്ളിയെ പിടിച്ച് ഈ രാജ്യത്തെ ഈഴവരെ 2 തട്ടിലാക്കിയ CPM, മുസ്ലിം സമുദായത്തിൽ ചൂണ്ടലിട്ട് കാത്തിരിക്കുന്ന CPM. അവരിതൊക്കെ നടത്തുമ്പോ നമ്മൾ വിചാരിച്ചു അയ്യപ്പ സംഗമത്തിൽ ആളൊഴുകും. ഹൈന്ദവർ ഉത്ബുദ്ധരാണ്, ഹൈന്ദവർ ഉത്ബുദ്ധരാണ്. ലീഗിനെ അവർക്കറിയാം ഈ രാഷ്ട്രീയ മര്യാദയും അദബും എന്താ എന്ന് പഠിച്ചവരാ നമ്മൾ.
പലരും ആൾക്കൂട്ടത്തിൽ ഒരു സീറ്റ് കിട്ടാൻ പേരുമാറ്റി നടക്കുമ്പോ പേരുമാറ്റം അല്ല, പെരുമാറ്റം തന്നെയാണ് പ്രധാനം എന്ന് തെളിയിച്ചവരാണ് പാണക്കാട്ടെ തങ്ങളുടെ അനുയായികൾ എന്ന് ഇവർക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഹൈന്ദവർക്കറിയാം. അവരത് ബഹിഷ്കരിച്ചു. അവിടെ ഉണ്ടാക്കിയ ചോറ് കൊണ്ടുപോയി കൊട്ടി. 8.5 കോടി ഉറുപ്പിയാണ് പിണറായി തൂഫാനാക്കിയത്. പക്ഷേ അയ്യപ്പ സംഗമത്തിലേക്ക് ആളുകൾ വന്നില്ല. ക്ഷണിച്ച പുതിയാപ്പിളാരൊക്കെ ആരാ? മോശക്കാരല്ല, യോഗി ആദിത്യനാഥ്. ആരാ യോഗി ആദിത്യനാഥ്? ഞാൻ പറയണോ? ആ യോഗി ആദിത്യനാഥിന്റെ കത്ത് ഗൾഫിൽ നിന്ന് ഭർത്താവിന്റെ കത്ത് ഭാര്യക്ക് വായിച്ചു കൊടുക്കുന്ന പോസ്റ്റ്മാനെ പോലെ CPM ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അറിയണം, ഈ നാടിനെ എങ്ങോട്ടാ നയിക്കുന്നത്? അമീർ, ഹസൻ, കുഞ്ഞാലിക്കുട്ടി. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? നമ്മൾ നിർത്തുമ്പോ അങ്ങനെയുള്ളവരെല്ലാം നിർത്തുക. നമ്മൾ എന്തെല്ലാം പരീക്ഷണം നടത്തിയരാ. അമ്പലങ്ങളുടെ നാടായ ഗുരുവായൂരിൽ PKK ബാവയെ നിർത്തിയവരാ നമ്മൾ. അവിടെ PKK ബാവ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞ് ഹൈന്ദവർ നേർച്ച നേർന്നതായിരുന്നു. സ്വന്തം സമുദായത്തിൽ ലീഗിന്റെ പരാജയത്തിന് വേണ്ടി റാത്തീവ് നടക്കുന്ന നേരത്താണ് ഗുരുവായൂരിൽ PKK ബാവയുടെ ജയത്തിന് വേണ്ടി കോണി നേർച്ച നേർന്ന ഹൈന്ദവരെ നാം കാണുന്നത്. ഈ തിരൂരങ്ങാടിയിൽ ആന്റണിയെ നിർത്തിയവരാ നമ്മൾ. എപ്പോ ബാബരി മസ്ജിദ് പൊളിഞ്ഞ ഉടനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തിരൂരങ്ങാടിയിൽ ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ആന്റണിയെ നമ്മൾ നിർത്തി. എന്തൊക്കെ ഫിത്ന! പത്രക്കാര് പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി പാണക്കാട്ടെ ശിഹാബ് തങ്ങളെ സോപ്പടിച്ച് കോൺഗ്രസിന് ലീഗിന്റെ സീറ്റ് തീരെഴുതി കൊടുത്തിരിക്കുക. വിറ്റു ദേശാഭിമാനി എഴുതി, കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തി പോകും. തീർന്നില്ല. ബദറിൽ ഇബ്ലീസ് ഇറങ്ങുന്നത് പോലെ TK ഹംസ, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ. കണ്ടോ എന്താ അതിന്റെ അർത്ഥം? ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ. മലയാളം മാപ്പിളാരെ നാട്ടിൽ അച്ചായനോ. നോക്കണം. അപ്പോഴാണ് മറ്റൊരാൾ അബ്ദുൽ നാസർ മഅദനി, പള്ളി പൊളിച്ച കൈപ്പത്തിയാണ് മക്കളെ. ചിഹ്നമത്, പേര് ഇത്, നാട് വേറെ, കലുഷിതമായ ഒരു അന്തരീക്ഷം. അവിടെയാ മുസ്ലിം ലീഗിന്റെ സീറ്റിൽ കോൺഗ്രസ്സുകാരൻ കോണിയിൽ നിൽക്കാതെ ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് അപരിചിതമായ കൈപ്പത്തി, അതും ഇയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളി പൊളിച്ച കൈപ്പത്തി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആന്റണിയെ നിർത്തി. വലിയ പണിയെടുക്കേണ്ടി വന്നില്ല. കുടുംബയോഗത്തിൽ വല്യമ്മമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു, മാരെ ശ്രദ്ധിക്കണേ, പ്രാവശ്യം കോണില്ലേട്ടാ, കൈപ്പത്തിയാണ്. ഒന്ന് ഇഷാറത്താക്കിയേ ഉള്ളൂ. പക്ഷെ പത്രക്കാരന്റെ ഫിത്തന വന്നു. മാതൃഭൂമിയുടെ റിപ്പോർട്ടർ, അന്ന് ചാനലുകാരെ പ്രസവിച്ചിട്ടില്ല, ഫിത്തനയുടെ ടവർ എവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് പത്രക്കാരൻ മാതൃഭൂമി റിപ്പോർട്ടർ ഒട്ടുമ്മൽ കടപ്പുറത്ത് നിന്ന് കുടുംബയോഗം കഴിഞ്ഞു വരുന്ന വല്യമ്മാനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, അല്ല വല്യമ്മ, ഇത്രയും കാലം ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ ഈ കൈപ്പത്തിക്ക് ചെയ്യാൻ? എടാ മോനെ, എന്താ പറഞ്ഞു? ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ കൈപ്പത്തിക്ക് ചെയ്യാ? ആ വല്യമ്മ നിലത്ത് കിടക്കുന്ന ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞിട, മോനെ, ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ടെ കുട്ടിയോട് പറഞ്ഞാൽ വോട്ട് ദിമ്മുണ്ടാവും, ചിലക്കാതെ പോടാ. അത് പറഞ്ഞ ഉമ്മാന്റെ രാഷ്ട്രീയം, ആ തള്ളയുടെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. നമ്മള് ആ വല്യമ്മ ഒരു MBBS പാസ്സായ ആളല്ല. ആ വല്യമ്മാന്റെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് ഇല്ല. പക്ഷെ ആ വല്യമ്മക്ക് നാടിമിടിപ്പറിയാ. ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയും, കഴിഞ്ഞിട്ടോ പറയാൻ കഴിയും. അറിവിനേക്കാൾ വലിയ തിരിച്ചറിവുള്ള മലപ്പുറത്തെ തിരൂരങ്ങാടിയുടെ ആലി മുസ്ലിയാരുടെ മണ്ണിൽ, മമ്പുറം ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ മണ്ണിൽ ആന്റണിയെ നിർത്തി. INL ഉണ്ടായിരുന്നു, PDP ഉണ്ടായിരുന്നു. INL വന്ന സമയം നോക്കണം എന്ത് പ്രതീക്ഷ. പക്ഷെ ഔക്കാദർ കുട്ടിനക്ക്, അബ്ദുറബ്ബിന്, നമ്മുടെ നേതാക്കൾക്കൊക്കെ നൽകിയതിനേക്കാൾ വമ്പിച്ച ലീഡ്
AK ആന്റണിക്ക് കൊടുത്ത് പട്ടും വളയും നൽകി പച്ച പരവതാനി വിരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ അധികാര ഗോപുര നടയിലേക്ക് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിപ്പിടിച്ച് നമ്മൾ അങ്ങനെ കൊണ്ടുപോയി അടിവെച്ച് നീങ്ങി. ഒരു പ്രമാണിച്ചേക്കും നമ്മളെ പറ്റി പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ അന്തസ്സത. നമ്മളങ്ങനെ ജാതി നോക്കുന്നവരല്ല, മതം നോക്കുന്നവരല്ല. നിങ്ങൾ അറിയണം, ഇവരോ ഒരു സ്ഥാനാർത്ഥി ഹിന്ദു ആണെങ്കിൽ ഇപ്പൊ പൊന്നാനിയിൽ ബനാത്തുവാല മത്സരിക്കുമ്പോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കൊളാടി ഗോവിന്ദൻകുട്ടി മേനോൻ എന്താ പറഞ്ഞിരുന്നത്? ഹിന്ദു വോട്ട് ഹിന്ദുവിന്. കണ്ടോ? ഹിന്ദു വോട്ട് ഹിന്ദുവിന്. ഇപ്പൊ കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ എളമരം കരീം മത്സരിച്ചോടത്തൊന്നും പോയി നോക്കി. ഇപ്പോഴും പോസ്റ്റർ ആട് തിന്ന് പോയിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളുണ്ട്. എന്താണത്? കരീം ക അമ്മായി തക്കാരാ കരീം ക. നോക്കണം, കരീം ക സഖാവ് എളമരം കരീം എന്നേ തെരഞ്ഞെടുപ്പിൽ പറയാൻ പാടുള്ളൂ. അങ്ങനെ പറയാൻ പാടുള്ളൂ. കരീം കെ അതേതാ? അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഒരു രാമൻ, ഇപ്പൊ രാജൻ മത്സരിക്കണേ രാജേട്ടൻ. എന്തിനാ ഏട്ടൻ? രാജൻ എന്ന് പറഞ്ഞാൽ തിരിയും, രാജൻ എന്ന് പറഞ്ഞാൽ തിരിയും. അങ്ങനെ ആരെയും പ്രകോപിപ്പിക്കാൻ എങ്ങനെങ്കിലും ജയിക്കുക. നിങ്ങൾക്കറിയോ കേരളത്തിനെ? ഇപ്പൊ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയൊക്കെ കൊല്ലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോ ആ പെരുന്ന ഭാഗത്തൊക്കെ ഈ സുകുമാരൻ നായർക്കെതിരെ നായന്മാരൊട്ടിച്ച പോസ്റ്റർ കാണണം. അയാൾക്കൊരു നെറൂറത്ത് തീരാണ്ട് അതിന് പിടിക്കേണ്ട ആളെ പിടിച്ചത് പിണറായി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് വെള്ളാപ്പള്ളിക്കൊരു നെറൂറത്ത് തട്ടുമുട്ട് തീരാണ്ട് അതിന് പിടിച്ചതാണട്ടെ ചക്കിക്കൊത്ത ചങ്കരൻ. രണ്ടാളും ഒരു കാറിലാ വന്നിറങ്ങുന്നത്. അളിയനും തോന്നും കരുവണ്ടാൽ രണ്ടാളും. ഓ അച്യുതാനന്ദൻ അതുപോലെ ഒന്ന് വന്നിറങ്ങാൻ ഞാനൊക്കെ കുറെ കൊതിച്ചത് അയാളൊപ്പം. SFI-കാരൻ സെൽഫി എടുത്തപ്പോ കൈക്ക് തട്ടിയ പിണറായി. വെളിയത്തിനോട് മിസ്റ്റർ വെളിയം, ഇത് നിങ്ങളെ പാർട്ടി ഓഫീസായി പോയി, അല്ലെങ്കിൽ വിവരറിയും എന്ന് പറഞ്ഞ പിണറായി പത്രക്കാരോട് കടക്ക് പുറത്ത് NK പ്രേമചന്ദ്രനോട് പരനാറി അല്ലേ, ഇതൊക്കെ പറഞ്ഞ പിണറായി മലപ്പുറത്ത് വന്നിട്ട് ഇവിടെ എനിക്ക് ശ്വാസം കിട്ടണില്ല, ഇവിടെ വേറൊരു രാജ്യമാണ്, ഇവിടെ കാന്തപുരം പറഞ്ഞുള്ള ഭരണാണ് കേരളത്തിൽ നടക്കണത്. ആരൊക്കെ പിടിക്കണ് നോക്കണം. നമ്മളെല്ലാരും ഉണർന്ന് ചിന്തിക്കേണ്ട സമയ. ഈ നാട്ടിലെ ഹിന്ദു മുസ്ലിം മൈത്രി തകർക്കാൻ പാടില്ല. തോളോട് തോളൊരുമിക്കൊണ്ട് എല്ലാരും കൂടി കാക്കണം. അതാണ് അയ്യപ്പ സംഗമത്തിന് ഇവര് വിളിച്ചിട്ടും ഹൈന്ദവർ പോയില്ല. ഹൈദരലി തങ്ങളുടെ നഗരിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അന്ന് എന്റെ പൊന്നു തങ്ങൾ പറഞ്ഞു, ഈ ശബരിമല വിഷയത്തിൽ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പാണ്. അന്ന് നമ്മളെ പേരിട്ടു അയ്യപ്പ ലീഗ് ടോട്ടെ. പക്ഷെ ഞങ്ങൾ സുചിന്തിതമായ നിലപാട് സ്വീകരിച്ചു. ഈ നാടിനെ മറക്കാൻ പറ്റുമോ? ബാഫഖി തങ്ങളുടെ തലയെക്കെട്ട് ഒരു വിഷയമായിരുന്നില്ല ഈ നാട്ടിൽ, വിഷയമായിരുന്നില്ല അല്ലേ? മന്നം പട്ടം ശങ്കർ ചാക്കോ ഒരു മുദ്രാവാക്യ. മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫഖി തങ്ങൾ സിന്ദാബാദ്, അൽഹംദുലില്ലാഹി അൽഫ മറ. ആ മുദ്രാവാക്യത്തിൽ എല്ലാം ഉണ്ട്. മന്നം പട്ടം ശങ്കർ ചാക്കോ, മന്നത്ത് പത്മനാഭൻ, ആർ ശങ്കർ, പട്ടം താണു പിള്ള, PT ചാക്കോ, എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ഹിന്ദുവിനെയും മുസൽമാനെയും ഈഴവനെയും ക്രിസ്ത്യാനിയെയും ചേർത്തി പാടിയ പാട്ട്, അതാണ് കേരളത്തിന്റെ പാട്ട്. ഇയാള് പാടിയ പാട്ടല്ല. പിണറായിയുടെ ഒരു പാട്ട് നമ്മൾ കേട്ട്, എന്താ? കല്ലും മുള്ളും കാലിക്കുത്താണ് മൂപ്പർക്ക്. കല്ലും മുള്ളും കാലുമ കുത്തിയത് എന്താ പരിപാടി? ഇതിനോടൊരു ബന്ധം വേണ്ടേ? ഇതിനോടൊരു ബന്ധം വേണ്ടേ അല്ലേ? നമുക്ക് കഴിയും പാടാൻ. പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്ത. എന്താ സംഭവം? ശബരിമലയ്ക്ക് 41 ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് ചെരുപ്പിടാതെ പോകുന്ന ഒരു സ്വാമിക്ക് എന്ത് കല്ലിലും മുള്ളിലും ചവിട്ടിയാലും ഓനത് സഹിക്കും, ഓനത് മെത്ത പോലെ സ്വീകരിച്ചാ പോണം. അതിന് ഇയാള് മലക്ക് പോയിക്കണോ?
പിണറായി വിജയൻ മലക്ക് വഹിക്കണോ? വെള്ളാപ്പള്ളി പറഞ്ഞു ഇയാൾ നല്ലൊരു ഭക്തനാണ്. പിണറായി പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന്. അവിടുന്ന് പറയാണ് പൊളിഞ്ഞു കഥ. ആദ്യമായിട്ട് പള്ളിയിൽ കയറുന്നവനെ എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തെക്കുമുണ്ടാകുക? ഇയാൾ നല്ലൊരു ഭക്തനാണ്. ആര്? വെള്ളാപ്പള്ളി. അങ്ങനെ വെള്ളാപ്പള്ളിക്ക് ചില കാര്യം സലാമത്താകാണ്ട് ഇയാളുണ്ട്. സലാമത്താകേണ്ടവരൊക്കെ ഇവരൊപ്പുണ്ട്. ഓരോ കുലുമാലിൽ കുടുങ്ങിയിട്ട് ഇടതുപക്ഷം ചൂണ്ടിലിട്ട് നിർത്തിയവരൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. കാരണം ഓരോരുത്തർക്കും സമുദായത്തിന്റെ വിഷയമല്ല, സമൂഹത്തിന്റെ വിഷയമല്ല, നാടിന്റെ സമാധാനമല്ല, അവനാന്റെ ചില കാര്യങ്ങൾ നടക്കാണ്ട്. അതാ പിണറായി വിജയൻ SNC ലാവലി കണ്ടില്ലേ? ഇങ്ങനൊരു അവസ്ഥ ഇതിന്റെ മുമ്പുണ്ടായിട്ടുണ്ടോ? ഗുജറാത്ത് കലാപത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയായ ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞ പോലീസുകാരൻ നമ്മളെ കേരളത്തിലാണ്. നമ്മളെ കേരളത്തിൽ പോലീസിന്റെ തലവനാ. നമ്മളിങ്ങനെ ഇരുത്തിരിക്കണ്ട, ബേജാറാവണ്ട, ഇരുത്താ. ലോക്നാഥ് ബെഹ്റ മനുഷ്യന്റെ തലയോട്ടുകൊണ്ട് പന്ത് കളിച്ച തൃശൂലത്തിൽ ഗർഭസ്ഥ ശിശുവിനെ എടുത്ത് കത്തിച്ചു കാട്ടി ജയ് ശ്രീരാം വിളിച്ച, ഒരുപാട് മയ്യത്തുകളെ ചുട്ടുകരിച്ച് ചാമ്പലാക്കിയ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീട്ട് കൊടുത്ത ഉദ്യോഗസ്ഥൻ. അയാളെന്ന് ആഭ്യന്തരമന്ത്രിയാ ഗുജറാത്തിൽ. അയാൾക്ക് കേന്ദ്രത്തിൽ മത്സരിക്കണം, പ്രധാനമന്ത്രി ആവണം. ഇയാളൊരു കുഴപ്പക്കാരനല്ലാന്ന് ക്ലീൻ ചീട്ട് കൊടുത്തിയ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയായ സാക്ഷാൽ ലോക്നാഥ് ബെഹ്റ പെണ്ണായ ബംഗാളിനോട് ചോദിച്ചു ഈ മുതലിനാണ്ട് തരട്ടെ. മമത പറഞ്ഞു വേണ്ട ചരക്കിന്. ആണായ തമിഴ്നാടിനോട് ചോദിച്ചു വേണ്ട, ആ മുതലിന് വേണ്ട. പെണ്ണായ ബംഗാളും ആണായ തമിഴ്നാടും തള്ളിക്കളഞ്ഞ ആ മുതലിനെ പിന്നെ ഏറ്റെടുത്തത് ആണും പെണ്ണുമല്ലാത്ത കേരളത്തിന്റെ ആഭ്യന്തരാണ്. ഇരട്ടച്ചങ്ക് ഉണ്ടായിട്ട് എന്താ? ഇരട്ടച്ചങ്കുള്ള ഒരാണല്ല, നഷ്ടലുള്ള ഒരു പെണ്ണായാലും മതി കാര്യം പറയാൻ എന്ന് മമത തെളിയിച്ചു. ഇന്ന് അയാൾ ഇവിടെയാണ്. രമൺ ശ്രീവാസ്തവ, സിറാജുന്നീസ എന്ന് പറയുന്ന പൊന്നുമോൾ രാമൻ പിള്ളയുടെ രഥയാത്ര, അപ്പുറത്തെ രഥയാത്രയുടെ സബ് രഥയാത്ര, ഇവിടെ ഉപരഥയാത്ര. രാമൻപിള്ള വരികയാണ്. പാലക്കാട് ഹർത്താൽ, കർഫ്യൂ, കണ്ടാൽ ഉടൻ വെടി. പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കാണ് വയർലെസ്സിലൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുകൂടി നോക്ക്. ഇല്ല. ഒന്നുകൂടി നോക്ക്. ഇവിടെ മുറ്റത്ത് കളിക്കുന്ന ഒരു പൈതലല്ലാതെ വേറൊന്നുമില്ല. ബക്ക് വെടി പറഞ്ഞു വെച്ചു. എന്താ പറഞ്ഞത്? ഐ വാണ്ട് ഡെഡ് ബോഡി. മുസ്ലിം ബസ്റ്റാർഡ്സ്. ഒരു തമ്മാടിയായ മുസ്ലിമിന്റെ മയ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. വയർലെസ്സിൽ പറഞ്ഞു. പിന്നെന്താ നമുക്ക് മൈക്കേ പറഞ്ഞാൽ? അങ്ങനെ പറഞ്ഞ ഉദ്യോഗസ്ഥനായി രമൺ ശ്രീവാസ്തവ. അയാളൊരു വെറുക്കപ്പെട്ടവനാ. DYFIക്കാർ പറഞ്ഞതാ, ദേശാഭിമാനി എഴുതിയതാണ്. അയാൾ പെൻഷൻ പറ്റി വീട്ടിൽ പോയി കമിഴ്ന്ന് കിടക്കേണ്ട ആളാ. അയാളെ എവിടെ നിയമിച്ചത്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ. സഖാവ് പിണറായി വിജയന് വല്ല ഇൽമിന്റെ കുറവും വന്നാൽ ഉപദേശം നൽകാനുള്ള ഉസ്താദുൽ അസാത്തിദിന്റെ പേരാണ് മക്കളെ രമൺ ശ്രീവാസ്തവ. പടച്ചോൻ കാക്കട്ടെ. നമ്മൾ വിചാരിക്കുന്ന പോക്കല്ല. അതാണ് CPI പറഞ്ഞത്. ഇയാളെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇയാളെ പോക്കിനെ പറ്റി ഇപ്പൊ അൻവർ പറഞ്ഞല്ലോ. അൻവർ എവിടെ പറഞ്ഞു? അരീക്കോട് മാത്രല്ല, നിലമ്പൂര് മാത്രല്ല, അൻവർ കളമശ്ശേരിയിലും കോഴിക്കോടും മജീദ് ഉരുക്കൾ തൈലം വെക്കാൻ നടക്കണേ നടക്കണ അൻവർ നടന്നു പറയാണ്. തൈപ്പ്, കടച്ചിൽ, വാദം, അങ്ങനെ വരികയാണ് ആൾക്കാർ. അങ്ങനെ വരികയാണ്. മൊറാഴ കുന്നിന്റെ അവിടുത്തെ സഖാക്കളായിരുന്നു അരീക്കോട്ട് വന്നിരുന്നത് ആ ചാനലില്. മൊറാഴ കുന്ന് പറഞ്ഞ ഞങ്ങളെ ഉഹുദ് മലയിടോ, അവിടുന്നാ വന്നത്. പുന്നപ്ര വയലാറിലെ സഖാക്കൾ അൻവറാക്ക് എന്താ പറയണ നോക്കട്ടെ. RSSന്റെ ഗ്യാങ് ഉണ്ട് എന്ന് പറഞ്ഞു അൻവർ. അത് പറഞ്ഞ ആളാണ് വയനാട്ടിലെ അരിവാൾ കതിരിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിയോട് തോറ്റ ആനി രാജ. നോക്കണം എവിടെ ഇവര് നിൽക്കുന്നത്. പിണറായില് പ്രതീക്ഷ ഉണ്ടെന്ന് പറയുമ്പോ ഗൗരവത്തിൽ ആലോചിച്ച് പറയണം. നോക്കണം, ഈ വോട്ടിങ് ഈ അവതാളത്തിലായപ്പോ ഈ ആനി രാജ
രാഹുലിന്റെ ഒപ്പം നടക്കുകയാണ്. ലഡു നിന്ന് നടക്കുക. ഇയാളുടെ കൂടെ, ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ ആരൊക്കെ ഉണ്ട്? ഷിബു സോറൻ, സ്റ്റാലിൻ, ഈ മമത, ഇവരൊക്കെ ഉണ്ട്. സിദ്ധാരാമയ്യ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇതിന്റെ പിന്നാലുണ്ട്. ഈ ആനി രാജ, CPI നേതാവ്, വയനാട്ടിൽ ഇതേ രാഹുൽ തോൽപ്പിച്ച. പക്ഷേ നമ്മളെ കേരളത്തിലെ മൂത്താപ്പാക്ക് ഇതിന് നേരം കിട്ടിയിട്ടില്ല. മൂപ്പര് അതിന്റെ കൂടെ അല്ല. നിങ്ങൾ എവിടെ നിൽക്കണെന്ന് ഫേസ്ബുക്ക് ഒക്കെ അറിയാം. രാഹുൽ ഗാന്ധി പോരാട്ടം നടത്തുമ്പോ എന്താ പറഞ്ഞത്? എല്ലാ ആളുകളും ലൈക്ക് ചെയ്യാണ്, മുന്നോട്ട് നീങ്ങ് ധൈര്യമായിട്ട്. അപ്പൊ ലൈക്ക് നേരെ കീപ്പോട്ട്. ഓലാരറിയോ? സഖാക്കളാ. ഓൽക്ക് ഇതിലൊരു താല്പര്യമില്ല. ഒരാള് വേറൊന്നിട്ട് പോസ്റ്റ്, ഉണ്ടയില്ല വെടി. ഈ ഉണ്ടയില്ല വെടി എന്ന് പോസ്റ്റ് ഇട്ട ആളുടെ കുടിക്കട ഞങ്ങൾ പകർത്തി. ആരായി ഉണ്ടയില്ല വെടി എന്നിട്ടാള്? സഖാവ് VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗാണ്. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗാണ്. ആര്? ഈ ചങ്ങായി. അപ്പൊ ഇവരെ മനസ്സിലിരിപ്പ് എന്താ? രാഹുൽ ഗാന്ധി ഇപ്പൊ എടുക്കണ പണിന്റെ ഒപ്പമല്ല. അപ്പൊ നിങ്ങളെ നിലപാടെന്താ ശരിക്ക്? ആ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ അറിയാം? പാണക്കാട്ട് തങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും സഹായിച്ചാണ് പ്രിയങ്ക ജയിച്ചത്. എന്നാ പ്രിയങ്കന്റെ ആങ്ങളെ ജയിച്ചതോ മുസ്ലിം തീവ്രവാദിയുടെ വോട്ട് വാങ്ങിയിട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്ത പണി എന്താ? അതേ രാഹുലിനെ കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യിപ്പിച്ച്. ഇല നക്കി എന്ന് കേട്ടു. പക്ഷെ ഇല നക്കിയവന്റെ ചിരിയും നക്കി. വല്ലാത്ത പണിയായിപ്പോയി. എന്നിട്ട് അവിടുത്തെ പോസ്റ്റർ ഒന്ന് പോയി നോക്കും. മധുരയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം, CPM സ്ഥാനാർത്ഥി, ചെറിയ ഫോട്ടോ. അതേ പോസ്റ്ററിൽ പൊട്ടിച്ചിരിച്ച് വലിയ ചിത്രം രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിച്ചിരിക്കുക. അരിവാൾ ചുറ്റിക വലുത്. രാഹുൽ ആവശ്യമാണ്, അരിവാളും ആവശ്യമാണ്. സ്ഥാനാർത്ഥിയോ ചെറിയ ചിത്രം. ഏതുപോലെ? ഈ പ്രൈസ് ബോർഡിലൊക്കെ ജോക്കർ ഇരിക്കണ പോലെ. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. നിങ്ങൾക്ക് രാഹുൽ അവിടെ ഹലാല, ഇവിടെയാണ് ആറാം. ഒരു വ്യക്തമായ നിലപാടില്ലല്ലോ ഈ കാര്യത്തില്. ചിലയിടത്ത് രാഹുലിന്റെ ഒപ്പം, ചിലയിടത്ത് രാഹുലിനെതിരെ, ചിലയിടത്ത് രണ്ടിന്റെ ഒപ്പം ഇല്ല, ചിലയിടത്ത് എല്ലാറ്റിനും എതിരെ. ഞാൻ പറയാറുണ്ട്, ഈ വാച്ച് നേരാക്കണ കടയിൽ പോയ പോലെയാണ്. വാച്ച് നേരാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലയിൽ 3 സൂചിയും കൂടി 6ലേക്ക് തൂങ്ങിയിട്ട് ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്ത് നിലപാടാണ്? ഒരു വ്യക്തത ഇല്ല, ഒരു നിലപാടില്ല, എന്തും പറയും. ജനങ്ങളെ ശ്രദ്ധ ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ ഇന്നലെ കണ്ടോ വടകരയിൽ ഷാഫി പറമ്പിലിനെ അടിക്കുന്നത് എന്തിനാ? ജനങ്ങളെ ശ്രദ്ധ ഒക്കെ ഇപ്പൊ അങ്ങോട്ട് മാറും. മറ്റുള്ളതൊക്കെ മാറി. ഇപ്പൊ ഈ സ്വർണം കട്ടതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടോ ചുമതലപ്പെടുത്തിയ 2 ഉദ്യോഗസ്ഥരെ പറ്റി ഇന്നലെ മനോരമ എഴുതിയിരുന്നു. ഏത്? ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ മാസര തയ്യാറാക്കാൻ വേണ്ടി 2 ആൾക്കാർ. അതിലൊരാളാരാന്നറിയോ? ശബരിമലയ്ക്ക് പച്ചക്കറി വാങ്ങിയതിൽ കൃത്രിമം നടത്തി 50 ലക്ഷം മുണിഞ്ഞോന്. ഓനെ പിടിച്ചിട്ടാണ് ഇത്. ഇപ്പൊ നമ്മൾ ഈ അങ്ങാടിയില് ഷട്ടർ കുത്തി തുറന്നു. SIക്ക് നമ്മൾ വിളിച്ചു. SI വന്നപ്പോ SI പിടിച്ചു. ക്വാർട്ടേഴ്സിൽ ആ ചെക്കന്റെ താമസം കള്ളൻ. അപ്പൊ ഓൻ പറയാണ് ഞാൻ അന്വേഷിച്ചോണ്ട് പറയാണ് SIനോട്. ആരാ അന്വേഷിക്കണം? ഇയാൾ. ആഭ്യന്തര വകുപ്പ് ഇനി ജന്മത്തിൽ ഇയാളെ തിരിച്ചെടുക്കരുത് എന്ന് സസ്പെൻഷനിലാവുമ്പോ പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ വേറെ. അവരെ 2 ആളിയാണ്. ഇപ്പൊ സ്വർണം പൊതിഞ്ഞതാണോ അതോ സ്വർണം പൂശിയതാണോ തർക്കം. അവിടെ മലീമസായി ശ്രദ്ധിച്ചോളി. ഈ പഹരി ചില്ലറക്കാരൊന്നല്ല. എന്തൊരു പിടുത്തം. ഇങ്ങനെ ഉണ്ടോ? ഇയാള് ഈ മതവിശ്വാസികളുടെ അടുത്തൊക്കെ വരുമ്പോ പേടിക്കണം. കാരണം എന്താ അറിയോ? ഇയാൾക്ക് ഈശ്വരനിൽ ഒരു വിശ്വാസം ഇല്ല, പക്ഷെ കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ വിചാരിക്കണ പോലല്ല, എല്ലാം കോടികളാണ്. ഇപ്പൊ വയനാട്ടിലെ ഫണ്ട് 374 കോടിയോളം ചെലവാക്കിയിട്ടില്ല, തൊടുന്നില്ല. നമ്മളൊക്കെ മനസ്സിനൊരു ദുരിതം വരരുതേന്നാ, ഒരു നിപ്പ വരരുതേ, ഒരു കൊറോണ വരരുതേന്നാ. ഈ ചങ്ങായിന്റെ കൽബിൽ എന്താ അറിയോ? എന്തെങ്കിലും ഒരു ദുരിതം വരണേന്നാ. എന്താ കാരണം? ദുരിതം വന്നാൽ ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കാം. ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കിയാലോ ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ഈ ചങ്ങായിക്കുമാണ്. എന്തെല്ലാനായ ആള് വാരിക്കൂട്ടുന്നത് വല്ലതുണ്ടോ?
എല്ലാവർക്കും ഈ സുന്ദര മോഹന വാഗ്ദാനങ്ങൾ നൽകും. ഞങ്ങൾക്ക് അത് തരാം, നിങ്ങൾക്ക് ഇത് തരാം. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കാണുന്ന കാഴ്ച, ആശാ വർക്കർമാര് എത്ര കാലായ എത്ര ഇരുത്തം തുടങ്ങിയിട്ട് അവരോട് കുറെ വാഗ്ദാനം പറഞ്ഞിരുന്നു, പാലിച്ചില്ല. ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ലേ, റാങ്ക് ലിസ്റ്റിലുള്ളവരെ പറ്റിച്ചില്ലേ. ആ കുടുംബശ്രീക്കാര് പെണ്ണുങ്ങളോട് സബ്സിഡി തരാന്ന് പറഞ്ഞിട്ടല്ലേ ഈ ജനകീയ ഹോട്ടൽ തുടങ്ങിയത്. 20 റുപ്യ നമ്മളെടുത്തുനിന്ന് വാങ്ങും, 20 റുപ്യ പിണറായി തരും എന്ന് പറഞ്ഞിട്ടാണ് ഇതിറ്റങ്ങൾ പച്ചക്കറി ഏൽപ്പിച്ചതും ഈ ചകിരിപ്പൊളി കൊടുത്തിട്ടതൊക്കെ. ഇപ്പൊ ആ പെമ്പറന്നോള് കെട്ടുതാലി പണയം വെച്ച് ഇടങ്ങറയിക്കണ അണ്ണൻ തെരഞ്ഞു തരുവാണ് ലോൺ അടക്കായിട്ട്. ഇപ്പൊ എന്റെ നാട്ടിലൊരു പെമ്പറന്നോൾ ആകെ പിരാന്തായിട്ട് ആ VRC വെട്ടത്ത് അവിടെ കൊണ്ട് അഡ്മിറ്റാക്കി. ഉറക്കില്ല സാധുവിന്. കാരണം എന്താ, പൈസ കൊടുക്കാളരൊക്കെ തെരഞ്ഞ ഇയാളെ വിശ്വസിച്ച് തുടങ്ങിയ ഹോട്ടലാ. കടക്കാരന് അഡ്വാൻസ് കൊടുത്തതും ഇല്ല, ആകെ പ്രശ്നമായി. അതിന് ഉറക്കില്ല. അങ്ങനെ ഉറക്കുളികൊക്കെ കൊടുത്ത് നന്നായി ഉറങ്ങി ലെവലായി എന്ന് തോന്നിയപ്പോ ചെറിയും കളിയും തുടങ്ങിയപ്പോ ആ കടപ്പുറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പുതിയാപ്പള കാറിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ് പെരേക്കുണ്ട് തിരുമ്പണ്ട്. അവിടെ ഒരു ബോർഡ് ജനകീയ ഹോട്ടലിൽ നിന്ന്. അത് കണ്ടപ്പോ പിന്നെയും തുടങ്ങി പിരാന്താണ്ടന്നെ ഉണ്ടായി. അതന്നെ അതുകൊണ്ട് കാണുമ്പോ ലെവലാണ് തെറ്റുകയാണ്. ഇയാൾ ആരെ പറ്റിക്കാത്തത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് പേര് പറഞ്ഞത് വർഷം പ്രതി 10 ലക്ഷം പേർക്ക് തൊഴിൽ അല്ലേ? ഇവരെന്തെല്ലാം മുദ്രാവാക്യ? തൊഴിൽ അല്ലെങ്കിൽ ജയിൽ. ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതിന്റെ സീതിയാജി പത്തായക്കോടൻ പറയാറുണ്ട്, തൊഴിൽ അല്ലെങ്കിൽ ജയിൽ അല്ലെങ്കിൽ വണ്ടിക്ക് തലച്ചാളി. സീതിയാജി 10 ലക്ഷം പേർക്ക് കൊല്ലം തൊഴിൽ കൊടുക്കുവാറിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു എവിടെയാ തൊഴിൽ? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കൊല്ലം എന്ന് പറഞ്ഞിട്ടില്ല, 5 കൊല്ലം കഴിയാനാകണേൽ അടക്ക് എന്നാ പറഞ്ഞു. ഉടനെടുത്തു നമ്മൾ ആ പഴയ ദേശാഭിമാനി യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നടത്തി. ഓർമ്മണ്ടോ? വാഗ്ദത്ത തൊഴിലെവിടെ? ആ പോസ്റ്ററിന്റെ മേലെ ദേശാഭിമാനി, എന്നിട്ട് ഫസ്റ്റ് ഹെഡിങ് എന്ത്? വർഷം പ്രതി 10 ലക്ഷം പേർക്ക് തൊഴില്. എന്നാ ആ കൊല്ലം കഴിഞ്ഞു. പിന്നെ നായനാർ വന്നല്ലോ, കൊടുത്തോ? ഇല്ല. പിന്നെ VS അച്യുതാനന്ദൻ വന്നല്ലോ, കൊടുത്തോ? ഇല്ല. ഏറ്റു. പിന്നെ പിണറായി വന്നല്ലോ, കൊടുത്തോ? ഇല്ല. പിന്നെയും പിണറായി വന്നല്ലോ, കൊടുത്തോ? ഇല്ല. അപ്പൊ എന്താ പണി? ഏൽക്കുക. അതിന്റെ നാട്ടില് മയ്യത്ത് നിസ്കാരം നടക്കുമ്പോഴാണ് ഉസ്താദ് പറഞ്ഞു, ഇതാ നമ്മളെ മൊയ്തീൻ കാക്ക മരിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും നാളെ നിങ്ങൾക്ക് ഈ ഗതി വരാനുണ്ട് എന്നോർത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വാക്കാലോ പ്രവൃത്തിയാലോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പരലോക ഗുണം കണക്കിലെടുത്ത് എല്ലാവരും അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. പിന്നെ മൊയ്തീൻ കാക്ക ആർക്കെങ്കിലും സാമ്പത്തികമായി വല്ലതും തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഹമീദ് ഉണ്ട് പിന്നിൽ നിൽക്കണേ, ഹമീദുമായി ബന്ധപ്പെടേണ്ടതാണ്. ഹമീദിനാണെങ്കിൽ ഒരു പണിയും ഇല്ല, ഒരു ഉറുപ്പിയുടെ വരുമാനവും ഇല്ല. ഹമീദ് വാപ്പാനെ മറയത് തഴ്സീയത്തിന്റെ ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഓൻ വീടിയും വലിച്ചിങ്ങനെ വരികയാണ്. ഒരു പണിക്കും പോയില്ല, ദുന്യാവ് ഒരു പുകയാക്കി ഇങ്ങനെ നടക്കുകയാണ്. ഓൻ ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നേക്ക് ഒരു ജീപ്പിൽ കുറച്ച് ആൾക്കാരുണ്ട് വന്നിറങ്ങി. ഹമീദെ വാപ്പാൻ്റെത് ഏറ്റിക്കണെന്ന് മിഞ്ഞാന്ന് ഉസ്താദ് പറഞ്ഞപ്പോ മനസ്സിലായി. അതുകൊണ്ട് എനിക്കെന്താ പറയാനുള്ളത്? ഓൻ നീ ചെന്നിട്ട് പറഞ്ഞു, ശരിയാണ്, ബാപ്പാന്റെ ഉസ്താദ് പറഞ്ഞതുപോലെ ഹമീദ് ഏറ്റിക്കണം. ഇനി ഹമീദിന് എന്തെങ്കിലും പറ്റും, അന്നിന്റെ ചെക്കൻ സുൽഫി ഏറ്റെടുക്കും. പിന്നെ സുൽഫിയുടെ ചെറിയ അഞ്ചുണ്ട് സമീർ, ഓനും ഏൽക്കും. ഓനക്ക് എന്തെങ്കിലും പറ്റിയ അതിന്റെ തായുള്ള റിയാസ് ഏറ്റെടുക്കും. അങ്ങനെ താബീങ്ങളായി ഏറ്റെടുത്ത് ഞങ്ങൾ തലമുറ കൈമാറി കുടുംബത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുമ്പോൾ ഇസ്രാഫിൽ സൂറിലോതും. അന്ന് ഇതോടുകൂടി കാര്യങ്ങൾ കഴിഞ്ഞ കഥ. ഈ വാഗ്ദാനം അല്ലാതെ എന്തുണ്ട്? ജനങ്ങളെല്ലാം കൊണ്ട് വിഡ്ഢികളാക്കി. ക്യാൻസർ രോഗി, കിഡ്നി രോഗി എല്ലാം അവതാളത്തിലാക്കി. നാടിന്റെ സ്ഥിതിവിശേഷം മുച്ചൂട് നശിപ്പിച്ചു. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ എന്തൊക്കെ പണിയാ നടക്കുന്നത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങിയത് എന്തായി? ഫോൺ വിളിയാണ്. ഫോൺ വിളിച്ചവർ നിങ്ങളെ കൂട്ടത്തിലില്ലേ? ഇപ്പൊ എന്താ ഈ ഷാഫി പറമ്പിലിനെ ഈ ദ്രോഹം ചെയ്യാൻ കാരണം? നിങ്ങളെ സീറ്റ് ഷാഫി പിടിച്ചെടുത്തത് കൊണ്ടാണ്. എന്താ ഇതിനൊരു ഏതു പറഞ്ഞത്? മോശക്കാരനായ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നടക്കുന്ന ആള്, കള്ളന് കഞ്ഞി വെക്കുന്നവൻ. നോക്കണം. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ മന്ത്രി ഉണ്ടല്ലോ ശശീന്ദ്രൻ,
മുകേഷ്, വേറെ ചങ്ങായിണ്ട് ഒരു MLA, പിന്നെ ഷൊർണൂരുണ്ടല്ലോ ഒരാള് ശശി. ആ വെള്ളപ്പൊക്കം നടന്ന സമയത്ത് മൂപ്പര് DYFIയുടെ ഒരു വനിത കേസ് കൊടുത്തു. വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട്, ചിലയിടത്ത് ഓറഞ്ച് അലർട്ട്, ചിലയിടത്ത് യെല്ലോ അലർട്ട്, ഈ ഷൊർണൂര് ബ്ലൂ അലർട്ട്. ആ സമയത്ത് പരാതിയൊന്നും നിങ്ങളെ കൊടുത്തില്ലല്ലേ? നിങ്ങൾ എന്താ ചെയ്തത്? കേസെടുത്തോ? അയാളെ തടഞ്ഞോ? ബാലനും ശ്രീമതി ടീച്ചറും അന്വേഷിക്കാൻ പോയി. അന്വേഷിച്ചു, പാർട്ടിക്ക് റിപ്പോർട്ട് കൊടുത്തു. എന്താ? തീവ്രത കുറഞ്ഞ പീഡനം, കടുപ്പില്ലാത്ത പീഡനം. സ്ഥലം ഉണ്ടെങ്കിൽ ഉന്മേഷക്കുറവ്, താല്പര്യമില്ലായ്മ എന്നും കൂടി എഴുതിയാൽ മതിയായിരുന്നു. കഴിഞ്ഞല്ല കഥ. എന്തു പാർട്ടിയാണ്? നിങ്ങൾക്ക് എന്തു ആവാം, എന്തും നടത്താം. കണ്ടില്ലേ? നിങ്ങളൊരു കാര്യം നടത്തുക, മറ്റുള്ളവരുടെ മേത്ത് കിടുക. അപ്പൊ മാഷാ അല്ലാഹ് എന്നുള്ള സ്റ്റിക്കർ നോക്കണം നിങ്ങള്. ഞാനൊന്ന് ദുബായിലാണ്. ദുബായിൽ നിന്ന് TV കാണുകയാണ്. കേരളത്തിലേക്ക് മുസ്ലിം തീവ്രവാദികൾ നുഴഞ്ഞു കയറി. 1-ാം തീയതി പിണറായി പറയാണ്. ഉടനെ KT ജലീലിന്റെ ഫ്ലാഷ് ന്യൂസ് ഞാനും കണ്ടു. ഇവര് മാത്രം ഇടയിൽ ഇങ്ങനെ പോയിരിക്കുക തീവ്രവാദിനെ നോക്കിയിട്ട്. പറഞ്ഞ പോലെ 4-ാം തീയതിയാണ് TP ചന്ദ്രശേഖരൻ മരിക്കുന്നത്. കാരണം പറഞ്ഞത് എന്താ? മാഷാ അല്ലാഹ് എന്നുള്ള സ്റ്റിക്കർ ഉണ്ട്. 10 ഉറുപ്പ്യ കൊടുത്താൽ മമ്പുറത്ത് പോയാൽ കിട്ടും. അത് കാറിലൊട്ടിച്ച് മുസ്ലിം തീവ്രവാദികൾ അത് നടത്തിയെന്ന് പറഞ്ഞു. എന്റെ ഈ വെള്ളേരിയിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ പറയാണ്, ഇതെന്ത് പാർട്ടിയാണ്? പിറ്റേ ദിവസത്തെ ദേശാഭിമാനി എഴുതി എന്താ അറിയോ? വള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് നേരം പുലരുവോളം കത്തിയിരുന്നു. ഏതാ ഈ വള്ളിക്കാട് ജുമാ മസ്ജിദ്? TP ചന്ദ്രശേഖരന്റെ മഹല്ല് പള്ളി. പള്ളിക്ക് ഇരുന്ന് തീരുമാനിച്ചതാന്നാണ് അതിന്റെ മലയാളം. നിങ്ങൾ ആലോചിക്കണം. കണ്ണിൽ ചോരയില്ലാത്ത പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നല്ലാതെ നിങ്ങളെ പറ്റി എന്ത് പറയാനാ? മാഷാ അല്ലാഹ് എന്നുള്ള സ്റ്റിക്കർ പിടിച്ചല്ലോ പോലീസ്. കൊടി സുനി, അണ്ണൻ സുജിത്ത്, കിർമാണി മനോജ്. അപ്പതാ ഫസല് മാർക്സിസ്റ്റേറിയൻ കുടുംബ, മാർക്സിസ്റ്റ് കുടുംബത്തിലെ അംഗമായ ഫസൽ എന്താ ഉണ്ടായത്? അയാള് ദേശാഭിമാനി വിറ്റിരുന്ന ആളാണ്. ദേശാഭിമാനി വീട്ടിലിട്ടിരുന്ന അവന് ഇപ്പോ തേജസ് പത്രടൽ തുടങ്ങി. ഇതിന്റെ കാരണക്കാരൻ ആരാന്ന് പാർട്ടി അറസ്റ്റ് ചെയ്തു. നഞ്ഞോ ഒരു പേപ്പർ ഇട്ട് നടക്കൂല എന്ന് പാർട്ടി തീരുമാനിച്ചു. ഈ TP എങ്ങനെ മരിക്കണ്? പിണറായി വിജയന്റെ വീട് വലിപ്പമുള്ള വീടാണ്. ഒരു തൊഴിലാളി വർഗത്തിന്റെ നേതാവ്. ചർച്ചയായി ഒഞ്ചിയം ബ്രാഞ്ച് കമ്മിറ്റിയിൽ കോരന്റെ മകൻ ഇങ്ങനെ പെരണ്ടാക്കാൻ പറ്റൂല. കാരണന്മാര് പറഞ്ഞു, പ്രശ്നമായി. 5 ആള് പോയി പെര കാണാൻ. അതിലൊരാളായി TP ചന്ദ്രശേഖരൻ. അന്ന് പാർട്ടി എടുത്ത തീരുമാനമാണ്, ഇങ്ങനത്തെ ഒരു പെരയിലേക്ക് എടുക്കൂല. മുദ്രാവാക്യം വിളിച്ചു. ഞാൻ പറയാം, പാർട്ടി കോൺഗ്രസ് കഴിയട്ടെ, ഞങ്ങൾ കൊണ്ടൊരു പരിപാടി, ബോംബ് കൊണ്ടൊരു പരിപാടി, വാള് കൊണ്ടൊരു പരിപാടി, അപ്പരിപാടി എടുക്കും ഞങ്ങൾ. അപ്പോൾ പോയി ഒളിക്കല്ലേ. ഒളിച്ചില്ല, 54 വട്ടാക്കിയാണ്ടിട്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ TP ചന്ദ്രശേഖരന് വേറൊരു പെണ്ണിനായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു സാജൻ തൂങ്ങി മരിച്ചു. ഇവര് നമ്പർ ഇട്ട് കൊടുക്കാത്ത കാരണത്താ. ഗൾഫ് പോയതായ SFI-കാരൻ ഒന്ന് നന്നായി തിരിച്ചു വന്നപ്പോ ഭാര്യ പറഞ്ഞു, ചേട്ടാ അഞ്ഞി പോണ്ട, അഞ്ഞി നമ്മളിവിടെ എന്തെങ്കിലും നോക്കുക. അറബിയുടെ അടുത്ത് നല്ല പൈസയായിരുന്നു. ആ സാധു പാർത്ത കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കി ആന്തൂരിൽ. കാണപ്പോ ഒന്ന് പോയിട്ട്, ഞാനിപ്പോ അടുത്ത് പ്രസംഗിക്കാൻ പോയപ്പോ കാട്ടപ്പ കെട്ടി കിടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഷിആറായി കമ്മ്യൂണിസ്റ്റ് അപ്പ കെട്ടി കിടക്കുകയാണ് അവിടെ. എന്താ കാരണം? നമ്പർ ഇട്ടെടുത്തില്ല. എന്താ കാരണം? ഈ കല്യാണ മണ്ഡപത്തിന് കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ പാർട്ട്ണർഷിപ്പ് കൂട്ടണം. ആരാ പറഞ്ഞത്? ആന്തൂർ നഗരസഭ. ആരാ ചെയർപേഴ്സൺ? ഗോവിന്ദൻ മാഷ കെട്ടിയോള്. ഏതാ പാർട്ടി? CPM. ഈ ചെറുക്കൻ ഡൈനിങ് ഹാളിൽ വന്നിട്ട് ഒരു ഇരുത്താണ്, മതി മോളെ മടുത്തു ചേട്ടാ, സാരില്ല, ഇനി എനിക്കൊരു ലൈഫില്ല, എന്റെ പാർട്ടിയാണ് എന്നെ ദ്രോഹിച്ചത്, പാർട്ട്ണർഷിപ്പ് ചേർക്കണം എന്ന് പറഞ്ഞത്. അവൻ പറഞ്ഞു ഈ തിന്നോട് ഞാൻ ഇപ്പൊ വരാം. മേലക്കാണ്ട് കേറി പോയി നോക്കുമ്പോ തൂങ്ങി ഇങ്ങനെ നിൽക്കണ സാജൻ.
ആ സാജൻ മരിച്ചു. ഓ എഴുതി വെച്ചിരുന്നു ആന്തൂർ നഗരസഭയാണ് എന്റെ മരണത്തിന് കാരണം. ദേശാഭിമാനി പിറ്റേ ദിവസം എഴുതി, എല്ലാം ഒരു ഫോൺ കോളിൽ ലഭ്യമാണ്. എന്താ ഈ സാജന്റെ പെമ്പർന്നോൾക്ക് വേറൊരു ചങ്ങായിനേറ്റ് ലൈനുണ്ട്. എന്തൊരു പാർട്ടിയാണ് ഇവര്. എന്റെ കുഞ്ഞാപ്പാനെ വിട്ടോ, ഉമ്മൻചാണ്ടിന്റെ കാറിൽ ഒരു പെണ്ണുണ്ടായിരുന്നു പറഞ്ഞു. പിന്നാലെ പാഞ്ഞ് തുറന്നു നോക്കുമ്പോ ഭാര്യയാണ്. എല്ലായിടത്തും ഭാര്യ പെണ്ണെന്നെയുള്ള. എന്നിട്ടെന്താ പറഞ്ഞു? പിന്നെ ക്ലിപ്പ് ഹൗസിലിട്ട് സരിതയെ ക്ലിപ്പ് ഹൗസിൽ വൈഫ് ഹൗസിൽ പോകാൻ നേരില്ലാത്ത ഉമ്മൻചാണ്ടി ആ മനുഷ്യൻ. അപ്പൊ എന്താ അറിയാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചോളി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു ഒന്നുകിൽ അഴിമതി പറയും പറ്റാത്തവനെ പറ്റിയിട്ട്, ഒരു വാർഡ് മെമ്പർ വീണ്ടും മത്സരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ലീഗിന്റെ കോൺഗ്രസിന്റെ വാർഡാണെങ്കിൽ ഇവര് ആ റോഡുമത്ര അഴിമതി മറ്റേ അഴിമതി വെറുതെ പോസ്റ്റർ ഒട്ടിക്കും, ഇല്ലെങ്കിൽ ഒരു പെങ്കേസിൽ കൊടുക്കും. ഇത് വല്ലാത്തൊരു പാർട്ടിയാണ്. ഇവരെന്തു ചെയ്യും? ഇവർക്ക് എന്തു ആവാം. ഇപ്പൊ കരിപ്പൂർ എയർപോർട്ട് അടിച്ചു തകർത്ത കേസിൽ പ്രതിയാണ് റിയാസ്, മുഹമ്മദ് റിയാസ്, കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ്. അവനെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആര്? ആഭ്യന്തരം. ആർക്കാ ആഭ്യന്തരം? അമ്മോസന്. ആരാ പിടികിട്ടാ പുള്ളി? മരുവന്. പിടികിട്ടാ പുള്ളിയോ? ആ മരുവനെ ഒരു പിടിക്കോയിക്കുട്ടിനെ അറുത്തിട്ടുണ്ട് വിളിച്ചാ പുതപ്പിന്റെ ഒട്ടുന്ന് കിട്ടണ മുതലല്ലേ ഈ മരുവന്. ആ മരുവനൊന്ന് പിടികൂടാതെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർക്സിസ്റ്റുകാരനാണോ? അവർക്ക് എന്തും നടക്കും. ജനങ്ങളെ ശ്രദ്ധ എവിടെയാണോ അതിന്ന് ജനങ്ങളെ തിരിക്കുക. വേറൊരു ചങ്ങായിൻ്റെ ഒരു ഡബിൾ തുണിയേറ്റ് കഴിഞ്ഞ ചെറിയൊരുനാൾക്ക് തുടങ്ങിയതാ. ഈ വലിയൊരുനാൾ വരെ ആ ഒരു തുണിയേറ്റ് കൈനാട്ടം വിറ്റിട്ടേ ഇല്ല. ഇങ്ങനെ നടക്കുക, ജനശ്രദ്ധ തിരിച്ചുവിടുക. ഇന്നലെ ഷാഫി പറമ്പിലിന്റെ മൂക്കുന്ന് ചോര ഇങ്ങനെ വരിക. അയാളിങ്ങനെ ചീന്തി ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഇവര് മഷി തേച്ചതാന്ന് ഇപ്പൊ വാട്സപ്പിൽ വിട്ടു. എന്നിട്ട് പറയാണ് ഒരിക്കലും അവിടെ ലാത്തി ചാർജ് നടന്നിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് ഷാഫിനെ നിർന്തലക്ക് അടിക്കണ വീഡിയോ കണ്ടിട്ടു. ഒരു MP ആണത്. നിങ്ങൾക്കെതിരെ നീങ്ങി ഞങ്ങൾ ആരും വിടൂല. നിങ്ങളെ പാർട്ടിക്കാരനാണ് ആര്? സാജൻ. നിങ്ങളെ പാർട്ടിക്കാരനാരാണ്? TP. പിന്നെ കണ്ടോ ആ ഷാഫിക്കെതിരെ പ്രയോഗിച്ചു കാഫിർ പ്രയോഗം. എന്താണ് അതിന്റെ ഗൗരവം? ഇപ്പോ സന്ദീപ് വാര്യര് പറഞ്ഞു, ഇന്നെ പറ്റിയിട്ട് ചില പത്രങ്ങളിൽ പരസ്യം കൊടുത്ത അതേ വരിയാണ് ഇപ്പൊ ഫേസ്ബുക്കിൽ ജയിലിലിട്ടത്. ഇതെന്നെങ്കിലും ഒരിക്കത് പുറത്തിയാടും. അങ്ങനെയുള്ള ഈ സൈത്താനുകൾക്കുള്ളവരെ മന്ത്രിച്ചൂതുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചു പറയും. അപ്പൊ ഈ കാഫിർ പ്രയോഗം എവിടുന്ന? ആരാ? അതിന്റെ വാപ്പ കിട്ടിയിട്ടില്ല. കാഫിർ പ്രയോഗം വരുന്നത് എവിടെ നിന്നാ? എന്താ എഴുതിയിരിക്കുന്നത്? ശൈലജ ടീച്ചർ വേറെ സമുദായക്കാരിയാന്ന് പറയണം, കാഫിർ എന്ന് പറയാ. പിന്നെ ഷാഫി 5 വക്ത് നിസ്കരിക്കണം മുസൽമാനാന്ന് നമ്മൾ നോട്ടീസ് ഇറക്കിയതായിട്ട് ഇറക്കുക. അപ്പൊ എന്തായി? കണ്ടില്ലേ? ഇങ്ങനെ പറയണ വർഗീയത പറയണ ഈ ഷാഫിനെ വടകരയില് മക്കളെ കുളിപ്പിച്ച് കിടത്തണം എന്ന് പറയാന് ഒരു നോട്ടീസ് നമ്മളല്ലാത്തവരെ ഇറക്കി. എന്നിട്ട് നമ്മളെ യൂത്ത് ലീഗേരൻ ചെക്കനോട് പറഞ്ഞ് ജന്നതിന്റെ ആളുകാർ ഓൻ പറഞ്ഞു ഞാനാന്ന് തെളിയിച്ച ഞങ്ങൾ പറഞ്ഞ പണിയെടുത്തോളാം. നാദാപുരത്ത് യൂത്ത് ലീഗ് പറഞ്ഞു 10 ലക്ഷം ഉറുപ്പ്യ തരാറ്. എന്റെ പൊട്ടന്മാരെ മാർച്ചിച്ചേരെ, നിങ്ങൾക്ക് 2 ഉപകാരമാണ്. ഒരു യൂത്ത് ലീഗുകാരനെ ജയിലിലിടും ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 10 ലക്ഷം കിട്ടുവാണ്. എന്നിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ആ നോട്ടീസ് വാട്സപ്പിൽ വിട്ടാൽ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമില്ല, ഒരു എളുപ്പമുണ്ട്. എന്താ? ആരാത് വിട്ടതെന്ന് വേഗം കിട്ടും. നമ്മളെ പെരയിലെ 5 വയസ്സായ കുട്ടി മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ചോറുന്നാത്ത കുട്ടിയില്ലേ, SIനെ ഏൽപ്പിക്കണ്ട, ആ പൈതലിനെ ഏൽപ്പിച്ചാ മതി. ആ പൈതൽ തെരഞ്ഞെടുത്ത് തരും. ഇത് എവിടുന്നാ ഫോർവേഡ് ചെയ്തത് നിഷ്പ്രയാസം കണ്ടല്ലോ. ഇപ്പൊ അടുത്തൊന്ന് ഇപ്പൊ ഈ കാറ്റുമായി ഉണ്ടായ സമയത്ത് നമ്മളെ ജില്ലയിലൊരു സംഭവം ഉണ്ടായി. തിരുനാവായ ഭാഗത്തുള്ള ഒരു ചെറുക്കൻ വാട്സപ്പിൽ ഇട്ടു. എന്ത്? ഓനക്ക് സ്കൂൾ പോകാൻ മടിയായിരുന്നു, +2 ആണ്. അപ്പൊ ഓന് ഇങ്ങനെ ഇട്ട് പോസ്റ്റ്. എന്താ? കടുത്ത കാലവർഷക്കെടുതി കാരണം മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുന്നതാണ്. ഓന്റെ വക ചെറിയ ചക്കനാ.
പോളിടെക്നിക്കിൽ ആൾക്കാർ വന്നില്ല, ബോയ്സ് ഹൈസ്കൂളിൽ വന്നില്ല, LP-യിൽ വന്നില്ല, UP-യിൽ ഇല്ല, പഞ്ചായത്തിൽ ആൾ കുറവ്, മുനിസിപ്പാലിറ്റിയിലും ആൾ കുറവ്. ഇതെന്തേ കാരണം? ഒന്ന് അവധിയാ സാറേ, ഞാൻ വരൂല. ആരും അവധി? കലക്ടർ. ഏത് കലക്ടർ? കലക്ടർക്ക് വിളിച്ചപ്പോ മൂപ്പര് അറിയാം, നമ്മളറിയില്ല. ഒരു ലീവ് ഇട്ടാൻ കാത്തിക്ക കുട്ടികള്. ഇപ്പൊ എന്റെ ചെക്കനൊക്കെ രാവിലെ പേസ്റ്റ് എടുത്തിട്ട് വരും. ഒരു ചോദിക്കും, നമ്മളെ കലക്ടർ എന്തെങ്കിലും പറഞ്ഞിക്കണോ? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ പത്തനംതിട്ടയിലെ കലക്ടറോ അത് പറഞ്ഞിക്കണം, ഇടുക്കി കലക്ടർ പറഞ്ഞു, കോട്ടയോ പറഞ്ഞിക്കണേ, ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താ ഇയാൾക്ക് മയല്ലേ? ഞാൻ പറഞ്ഞു, നമ്മളെ കലക്ടർ മലപ്പുറം ജില്ലയിലെ കലക്ടറാണ്. അയാൾ പാർക്കുന്നത് കോട്ടക്കുന്നിന്റെ മേലെയാണ്. അങ്ങോട്ട് വെള്ളം കയറണമെങ്കിൽ ഇജ്ജും ഞാനൊക്കെ മുങ്ങണം. അന്ന് ഞമ്മക്ക് അവധി അയക്കാരം, മൂപ്പർക്ക് ലീവ് ഉണ്ടാവില്ല. അപ്പൊ ഏക്കൻ ചോദിച്ചാൽ സമസ്ത എന്തെങ്കിലും പറഞ്ഞിരിക്കണം. അപ്പൊ എന്താ മദ്രസയ്ക്ക് പോകാതിരിക്കാൻ ഒരു ഏതുട്ടാൻ കാത്തിക്കാണ്. ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോ പറഞ്ഞിന്ന് ഖിയാമത്ത് നാളിനെ കുറിച്ച് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോ, മക്കളെ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, എല്ലാവരും അക്കായിദ എടുക്കുന്നത്. അക്കായിദ എടുത്തിട്ട് പറഞ്ഞു, അവസാന നാളാണ് ക്ലാസ്. ആദ്യം ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയാം, അതിന്റെ ശേഷം ലഫ്ള് അർത്ഥം പിന്നെ വെക്കും. പൂട്ടിയേച്ചി കുട്ടികളൊക്കെ ഇങ്ങനെ സൂചി വീണ കേൾക്കുന്ന നിശബ്ദതയിൽ ഇരിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, ഇസ്രാഫീൽ സൂർ എന്ന കാഹളത്തിൽ ഊതും ഊതും ഊതും. അന്ന് ആകാശം പൊട്ടിക്കേറും. ആകാശം പിന്നല്ലാതെ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും. ചെക്കന്മാരെ കണ്ണൊക്കെ നെറുക്കണ്ടു പോയി. ഉസ്താദ് പറഞ്ഞു, പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാകും. കുട്ടികളെ നെഞ്ഞു തീർന്ന് ചാടൽ തുടങ്ങി. കടല് ആളിക്കത്തും. ബേജാറാകാൻ ഒടുക്കലും പോണ. ഉസ്താദ് പറഞ്ഞു, അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു ചക്കൻ നീച്ചെന്ന് ചോദിക്കണം, അന്ന് മദ്രസ ഉണ്ടാവുമോ? അപ്പൊ എന്താ, ഓനക്ക് സദർ ഉസ്താദ് മരിച്ചിട്ടാണെന്ന് ലീവ് എടുക്കാൻ വെച്ചിട്ട് കാത്തിക്കുക. നമ്മളെ കുട്ടികളൊരു ലീവിന് കാക്കുകയാണ്. നമ്മളെ മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ആരാണ് ഈ അവധി പ്രഖ്യാപിച്ചത് എന്ന് തിരിയിട്ട് തെരഞ്ഞപ്പോ ആ ചെക്കനെ പിടിച്ച് +2 ചെക്കനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളെ കേരള പോലീസ് മോശമല്ല. ഈ കാഫിറിന്റെ മാപ്പ് ആരാന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ പിടിച്ചാൽ ഒരു മാർക്സിസ്റ്റുകാരൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് നടന്നൂടെ? നിങ്ങൾ നീറ്റ് നടക്കൂല. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാവാം, ഞങ്ങൾ ആരോപിക്കുന്നു. ഇപ്പോഴും പിടിച്ചിട്ടില്ല. പക്ഷെ വടകരയിൽ എന്താ ഉണ്ടായി? ഈ നോട്ടീസ് ഇറക്കിയത് ഇവരെന്നായിരിക്കാം എന്ന് തോന്നിയപ്പോ എന്ത് ചെയ്തറിയോ? പാരമ്പര്യമായി അരിവാളിന് വോട്ട് ചെയ്തിരുന്ന മുത്തലക്കായ സഖാക്കൾ മുഴുവൻ പോയിട്ട് കൈപ്പത്തിക്കാണ്ട് കുത്തി. ചെയ്യണോടത്ത് വമ്പൻ ലീഡ്. ഇങ്ങനെ പറഞ്ഞപ്പോ ദേഷ്യം പിടിച്ചിട്ട് വടകര ചോറോട് ഭാഗത്തെ ബൂത്തില് ഒരു പഴയ സഖാവ് ഈ പണ്ടാറടക്കിയ പാർട്ടിയിൽ ഇനി നിൽക്കാൻ പറ്റില്ല വെച്ചിട്ട് വേഗം പോയിട്ട് അല്ലാണ്ട് അമർത്തിയപ്പോ ബട്ടണാണ്ട് അമർന്ന് കണ്ടില്ല, കീച്ചിട്ട് നിൽക്കാത്ത സൗണ്ട്. ഇവന്റെ ഒരു പാച്ചില് വാങ്ങിട്ട്. കാരണം എന്ത്, ഇവ ഇതിന് കുത്തി തന്നെ ഓന്റെ മജത്തെടുക്കുവേ, ഓ മരണോട്ടം. അവസാനം എണ്ണിയപ്പോ ഷാഫിയാണ്ട് ജയിച്ചു. അപ്പൊ നിങ്ങളെ പറ്റിച്ചു സഖാക്കൾ. നിങ്ങളെ സഖാക്കൾ തന്നെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞൊത്തി. അപ്പൊ നിങ്ങൾക്ക് 2 പണിയാണ്. കാഫിറിന്റെ ബാപ്പാനെയും പിടിക്കണം, മുനാഫിക്കിന്റെ മക്കളെയും പിടിച്ചണം. 2 പണിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഈ കോലത്തിൽ നാടിനെ എന്താക്കാണ്? ഒന്നുമില്ല. ഒരു മര്യാദ രാഷ്ട്രീയം വേണ്ടേ? ആ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം ജാഥയായിരുന്നു. ഭാരത് ബന്ദ്, അഖിലേന്ത്യാ പണിമുടക്ക്, സെക്രട്ടേറിയറ്റ് വളയൽ, കലക്ടറേറ്റ് നീരൽ. കടലിന്റെ അക്കത്ത് പോകാൻ പറ്റിയിരുന്നില്ല. ആസിയാൻ കരാർ, അറബിക്കടലിൽ ആണവ കരാർ. അവിടുത്തെ മീനൊക്കെ പോകുമായിരുന്നു ഇവരെ കൊണ്ട്. എല്ലാം കടലിൽ കൊണ്ടിടുമായിരുന്നു. ഇപ്പോഴോ ഒക്കെ മാറി. ഇപ്പൊ കോൺഗ്രസ് അല്ലല്ലോ ഭരിക്കണ്. ഈ മോഡി എന്തൊക്കെ ഏതുണ്ടാക്കി. കടല് വിറ്റു, പത്രം വിറ്റു, റെയിൽവേ വിൽക്കുന്നു, മരുന്ന് വിൽക്കുന്നു, എല്ലാം അവതാളത്തിലായി. ഈ സമയത്ത് ഈ കോൺഗ്രസിനെതിരെ പണ്ടൊക്കെ ഇവരെ ജാഥാന്ന് കേട്ട എന്ത് രസമായിരുന്നു അറിയാം. അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത ഭരണമേ കേൾക്കാൻ എന്ത് രസമായിരുന്നു. കാൽനട ജാഥ 10-ാം ദിവസം 20-ാം ദിവസം എന്നാ വട്ടപ്പാറ കയറ്റൊക്കെ ഇങ്ങനെ കയറിയിട്ട് പോണത് കാണാൻ എന്തൊരു ചൊറുക്കായിരുന്നു. ഒരു മഗ്‌രിബിന്റെ നേരായ ഒരു 10-12 ആൾക്കാർ ഒരു ചെങ്കൊടി. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? അപ്പോഴാണ് നമ്മളറിയാം എന്തെല്ലാം ഉണ്ടായിരുന്നു അറിയാം. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഒരു ജാഥ നടത്തണില്ല. ജാഥ ഉണ്ടോന്ന് നോക്കാൻ ഇപ്പൊ അടുത്ത് ഞാൻ ദേശാഭിമാനി അടിച്ചു നോക്കി. ഒരു ദിവസം എനിക്ക് കിട്ടിയില്ല. ഒരു ജാഥ ഇല്ല. അങ്ങനെ ഒരു ദിവസം ധർണ നടത്തി DYFI. ദേശാഭിമാനിയിലെ 12-ാമത്തെ പേജില് മൂലക്കുരുവിന്റെ പരസ്യത്തിന്റെ അടിയില് എന്താ,
ധർണ നടത്തി. എന്താ ധർണ? ആമസോൺ വനാന്തരങ്ങളിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐ സഖാവ് റഹീമിന്റെ നേതൃത്വത്തിൽ ഒരു ധർണ നടത്തി. നോക്കണം മക്കളെ, ഇവിടെ ഒന്നും തീപിടുത്തമില്ല, ഒരു ഏതുമില്ല. ഈ മോഡി എന്തൊക്കെ ഏതു കൊടുക്കണുണ്ട്, ഇതൊന്നുമില്ല. എവിടെ ഒരു ഏത് കിട്ടി? ആമസോൺ വനാന്തരങ്ങളിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ പറ്റാത്തതിന് ബ്രസീൽ ഗവൺമെന്റ് നോക്കിക്കണേന് ബ്രസീൽ ഗവൺമെന്റിന്റെ ഒരു എംബസി ഉണ്ട് ഡൽഹിയിൽ. അതിന്റെ മുമ്പ് പോയിട്ട് ഇവരെ എത്തിക്കാതിരിക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ഇവർ പറയാ ബ്രസീൽ ഗവൺമെന്റ് നീതി പാലിക്കുക. ആരാത് കേൾക്കണം? ബ്രസീലിൽ അവിടെയാണ്. ഇക്കണക്കിന് പോയാൽ ഞങ്ങൾ അടുത്ത ജാഥ എന്തേക്കാരെന്നറിയാം. കൃഷിക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ മഴ വർഷിക്കാത്ത കാർമേഘ നിലപാടിൽ പ്രതിഷേധിച്ച് അന്തരീക്ഷത്തിൽ നിന്നൊരു ജാഥ ആരംഭിച്ച് ബുധൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ അവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ചൊവ്വയിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ മക്കളെ, നിങ്ങളെപ്പോലത്തെ ഒരു പാർട്ടി ആലം ദുന്യാവിൽ വേറെ ഉണ്ടോ? എല്ലാം നിങ്ങൾ ചെയ്യും, ആരാൻ്റെ മേത്ത് കിടും. ഒരു നന്മല്ല, നാട്ടിലെ ജനങ്ങളെ കുറിച്ച് ചിന്തയില്ല. ഒരുപാട് കാതലായ ആശയങ്ങളെ കൊന്നുതള്ളിയ ഈ ഭൂതലായ കമ്മ്യൂണിസം ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ഗോർബച്ചേവ് ഒറ്റയാനായി ഏകാധിപതി ആയപ്പോഴാണ് അവിടെ കമ്മ്യൂണിസം പോയത്. സ്റ്റാലിൻ, ലെനിൻ ഇപ്പതാ ഒരാളിലെല്ലാം കേന്ദ്രീകരിക്കുകയാണ്. ഒരു പിണറായി വിജയന് വേണ്ടി മാത്രം ഒരു പാർട്ടി തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. എന്തെല്ലാമാണ് അയാൾ നടത്തുന്നത്? ഇപ്പൊ ശബരിമല ബേജാറാണ്, വലിയ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കഴിഞ്ഞ ശബരിമലയിൽ ഇതേപോലെ ഉണ്ടായി. 3 പെണ്ണുങ്ങളെ കൊണ്ടായല്ലോ, കനകദുർഗ, ബിന്ദു, രഹന ഫാത്തിമ. ആരാ രഹന ഫാത്തിമ? ചുംബന സമരത്തിൽ പങ്കെടുത്ത് പമ്പറുന്നുള്ളൂ. നമ്മളൊക്കെ അവനാന്റെ മക്കളെ നാറ്റാൻ നേരല്ലേ നടക്കുകയാണ്. ഈ 3 എണ്ണത്തിനേറ്റാ പോയത്. ഒരു മൊട്ടടിച്ച പെണ്ണവള് ശബരിമലക്ക് കയറുമ്പോ രാജാട്ട് അല്ലേ ഇരുമുടിക്കെട്ടുമായി പോണം. ഇതിന് ഒരു മുടിക്കെട്ടില്ല, എന്നിട്ടല്ലേ ഇരുമുടിക്കെട്ട് പോയി. എന്തെല്ലാം വിഷയം ഉണ്ടായി. എന്റെ അയൽവാസിയായ അമ്മയെടുത്തി സാധാരണ പോണത് അതല്ല. ഒരു 55 വയസ്സായാൽ പോകാം അല്ലേ, ഒരു 15 വയസ്സിന്റെ കീഴ്പ്പെട്ടുള്ളവരും പോകാം. എന്താ കാരണം? ആർത്തവ സമയത്ത് മണ്ഡലകാലത്ത് ശബരിമല സന്നിധാനത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, 18-ാം പടി കയറാൻ പാടില്ല. നമ്മളതിലുണ്ടല്ലോ ഖുർആൻ തൊടരുത്, ഓതരുത്, നോമ്പ് വെൽക്കരുത്, നിസ്കരിക്കരുത്. അപ്പൊ എന്ത് പരിപാടിയാ? ആർത്തവമുള്ള സമയത്ത് മനുഷ്യനല്ലേ. എന്നിട്ട് ഈ കള്ളന്മാര് വെച്ച സമ്മേളനം എന്താ അറിയോ? ആർത്തവ മഹാസമ്മേളനം. അപ്പൊ ഞാനൊരു പഴയ മാർക്കിസ്റ്റ് എൻ്റെ ഒപ്പം പൊന്നാനി കോളേജിൽ പഠിച്ചതാ. ഓനോട് ചോദിച്ചു, എൻ്റെ പാർട്ടിനെ ഞാൻ സമ്മതിച്ച്, എന്താണ് ഈ ആർത്തവ സമ്മേളനം വെക്കാൻ കാരണം? അപ്പൊ ഓൻ പറയാണ്, ഞങ്ങളെ മുദ്രാവാക്യം എനിക്ക് അറിയോ ചോദിച്ചു. ഇല്ല, ഞങ്ങളെ മുദ്രാവാക്യം രക്തപതാക സിന്ദാബ, ഞങ്ങൾ രക്തത്തിൽ കുറഞ്ഞൊരു കച്ചവടമല്ല, എല്ലാ രക്തത്തിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട്. എന്തൊരു പാർട്ടിയാണിത്? ആലം ദുന്യാവിൽ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? എന്നിട്ട് ആ സമ്മേളന സ്ഥലത്ത് ഒരു മൂത്രാവയവത്തിന്റെ ചിത്രം ഫ്ലക്സിൽ ചെയ്തിട്ട് പറയാൻ പറ്റൂല, ഒരു സദസ്സിൽ പറയാൻ പറ്റൂല. ഇങ്ങനൊരു പാർട്ടി ഉണ്ടോ? ഇതെന്ത് പാർട്ടിയാണ്? നാട്ടിൽ വേറെന്തെല്ലാം പറയാം, നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, അതുപോലെയുള്ള കാര്യങ്ങൾ പറയാം. അതൊന്നുമില്ല. ആരൊക്കെ പറ്റാത്തവരൊക്കെ മിനുക്കിയെടുക്കുക. അപ്പൊ മഴദിനി ഒരു കാലത്ത് പറഞ്ഞിരുന്ന വർത്താനങ്ങളെ ഇവരെന്താ പറഞ്ഞിരുന്നത്? മഴദിനി വർഗീയവാദി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഒരു മഹാനെ കാണണമെങ്കിൽ ഇയാളെ കാണും. INL ലീഗിൽ നിന്ന് പോയവരാണ്. കൊറോണ വരുന്നതിന്റെ മുമ്പ് 30 കൊല്ലം ക്വാറന്റൈനിലായിരുന്നു INL. അവരൊന്നും എടുത്തില്ല. എന്താ കാരണം പറഞ്ഞത്? സേട്ടു ഇപ്പോഴും ശരീഅത്തിന്റെ ആളല്ലേ. കേരള കോൺഗ്രസിന് എന്താ എടുക്കാത്തത്? പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളിപ്പറയണം. കണ്ടോ? മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം.
ഇത് പാടിയ നിങ്ങള് പള്ളിക്കെട്ട് കല്ലും മുള്ളൊക്കെ പാടിയാ നടക്കുവോ? ഇതിനോടൊരു ബന്ധം വേണ്ടേ? ബന്ധം ഉണ്ടായാലേ നടക്കുള്ളൂ. ഇപ്പൊ എന്റെ അയൽവക്കത്തെ തള്ള ഈ അമ്പലത്തിലെ പാട്ട് ഇങ്ങനെ പാടും, അഖണ്ഡനാമയജ്ഞം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ എന്നിങ്ങനെ ചെല്ലണാങ്ങ. എന്നപോലെ ഹൈന്ദവർക്കറിയാം നമ്മളെ പള്ളിക്കൊന്ന് പാടുന്ന പാട്ട് രണ്ടും പാടി. ഉദാഹരണം, ഞാൻ എൻ്റെ ഉപ്പ ഒരു ഖത്തീബായിരുന്നു, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം തന്നെയാക്കട്ടെ. എന്നോട് പറഞ്ഞൊരു 2 ദിവസത്തിൻ്റെ കുട്ടി വന്നിക്ക്, ഞാൻ അങ്ങനെ പ്രസംഗമൊക്കെ പഠിച്ചു, സക്കാഫിക്കറിയാം. അപ്പൊ ഇപ്പൊ ഇക്കണ പള്ളിയിൽ പോയി തവനൂർ ഭാഗത്താണ് പറഞ്ഞു ഇമാം നിൽക്കണത്. ഞാൻ ആദ്യമായിട്ട് ഇമാം നിൽക്കുകയാണ്. പൊന്നാനി കോളേജിൽ പഠിക്കുക, 85-86. ചായ കുടിക്കാൻ പോവുക, താമിയേട്ടന്റെ വീടിക്കാൻ രാവിലെ. ഞാൻ സുബൈക്ക് എന്നപ്പോ താമിയേട്ടനോട് ചോദിക്കണം ആരെ കുട്ടിയെന്ന് ബാങ്ക് കൊടുത്ത്. ഞാൻ പറഞ്ഞു മൊയ്ലിയര് നാട്ടിൽ പോയതാ, ഞാനാന്ന് പറഞ്ഞില്ല. ആരായാലും വിവരം പറഞ്ഞാലെന്ന് 2 കുറവാണ്. അന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം മറന്ന ദിവസമായിരുന്നു. അറിയങ്ങള് താമിയേട്ടൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ തള്ള ഭൂതാനാഥ സദാനന്ദ അതും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കേക്കണം, അല്ലെങ്കിൽ കേട്ടോരെ കേക്കണം. ഇതൊരു ബന്ധുല്ല, ഇത് ഏതോ ഒരു കുഞ്ഞാപ്പു എഴുതി കൊടുത്തതാ. അപ്പൊ ഇയാള് കാലിക്കുത്ത, കല്ലും മുള്ളും കാലുമ കുത്തേ എന്നിട്ട് ഇയാൾക്ക് പാടാൻ അറിയില്ല. കാരണം ഇയാൾക്ക് ഇതൊരു ബന്ധമില്ലല്ലോ. ഇതൊരു ബന്ധം ഉണ്ടെങ്കിലല്ലേ പാടുക. ഇതിനോടൊരു ബന്ധമില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇത് പാടുന്നോടല്ലേ പാടാൻ ഏൽപ്പിക്കണ്ട്. ഇയാളിത് കണ്ടില്ലേ? പണ്ട് STD ബൂത്തിലെ ചെക്കനെ നിക്കായിന് ഇരുത്തിയ പോലെ STD ബൂത്തിലെ ചെക്കൻ ഏത് നേരം ഫോണുമല കളിക്കുക, ഏത് നേരം. മൊബൈൽ ഇറങ്ങിയപ്പോ പിന്നെ മൊബൈലേറ്റ് ഇങ്ങനെ ഏത് നേരം ഇതേറ്റ് കളിക്കുകയാണ്. അങ്ങനെ കല്യാണമായപ്പോ പെണ്ണ് കാണാൻ പോയി. അപ്പൊ എന്റെ ചെങ്ങായും കൂടെ പോയിന്ന്. അപ്പൊ ഓൻ പറഞ്ഞു കൊടുത്തിന്ന്, ഇജ്ജ് ഏത് നേരം ഈ മൊബൈലിൽ കളിക്കുകയാണ്, വേറൊരു പെരേക്കാണ് കയറി ചെല്ലണ്, അതൊന്ന് കീസേട്ടുള്ളതുകൊണ്ട് കാരണം. ഓ പെണ്ണ് അവിടെ വന്ന് നിൽക്കുമ്പോഴും ദിമ്മ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പൊ ഇവൻ പറഞ്ഞു, എടാ അത വന്നിക്കണ്ട, നോക്കടാ. ഒന്ന് നോക്കി പിന്നെയും പായം ദിമ്മ കളിക്കുക. അങ്ങനെ കല്യാണം ഉറപ്പിച്ച് നിക്കായിന്റെ അന്നും ഈ പായം പുതിയാപ്പൾക്ക് തുണിയും കുപ്പായം മാറ്റുമ്പോൾ ഒരു കൈ കൊണ്ട് ദിമ്മ ഇങ്ങനെ നോക്കുക. അങ്ങനെ നിക്കായിന്റെ മജ്ലിസിൽ പോയിരുന്ന് ഇവൻ അവിടെ ഇരിക്കുമ്പോഴും ഓൻ ആ ടേബിൾമ ടീപ്പോയിമ വെച്ചിട്ട് ഇതിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, വലിയോടെ അമ്മോസം വന്നു. അമ്മോസം ചെല്ലേണ്ടത് നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു, ഇണയാക്കി തന്നു. ഈ പായം പറയേണ്ടത് ഖബിൽതു മിങ്ക, താങ്കളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു എന്നാ പറയേണ്ടത്. അങ്ങനെ അമ്മോസന് ചൊല്ലിക്കൊടുത്തു. മൂപ്പര സമയമായപ്പോ പറയുന്നു, അമ്മോസൻ. അപ്പോൾ ഈ പഹം മൊബൈലും അങ്ങനെ കളിച്ചു. അപ്പൊ എന്റെ ചങ്ങായി പറഞ്ഞ എന്റേതാട്ട അടുത്തത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു കബിൽ തൂ. അപ്പൊ നിൽക്കുമ്പോ കളിച്ചുകൊണ്ടിരിക്കുക കബിൽ തൂ എന്ന് പറഞ്ഞ ഉസ്താദ്. അപ്പൊ പറയാ ഡബിൾ ടൂ. അപ്പൊ എന്താ പറയാ, ഓ ഈ ഡബിൾ 2 ഡബിൾ 5 ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനല്ലാതെ ഇതിനോടൊക്കെ ഒരു ബന്ധുശീലം വേണം. ഈ കള്ള കപട രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാനാ നിങ്ങൾ നടക്കുന്നത്? അതുകൊണ്ട് ഇവരുടെ ഈ അന്ധമായ മതത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ഈ ഞെക്കി ഞെരിക്കുന്ന ഈ പ്രവണതയുടെ പരിപ്പെടുത്ത് വറുത്ത് പൊരിച്ച് കരിച്ച് കയ്യിൽ കൊടുക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും മാന്യമായി ഉപയോഗിക്കാൻ ഈ യോഗം ഒരു നിമിത്തമാകട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി. അസ്സലാമു അലൈക്കും. ജയ് മുസ്ലിം ലീഗ്.